ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, ഇന്ന് കാവൽ മാലാഖമാരുടെ തിരുനാളാണ്. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നിൽ മുഖ്യദൂതന്മാരുടെ തിരുനാളിന് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ കീഴിൽ വന്ന ഒരു കമൻ്റ് ഇങ്ങനെയാണ്: എന്നെ യാത്രാവേളകളിൽ റപ്പായേൽ മാലാഖ പ്രത്യേകമായി സഹായിക്കുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. വലിയൊരു ഉൾക്കാഴ്ചയാണത്, ആത്മീയ വളർച്ചയാണത്. കാവൽ മാലാഖമാർ നമ്മെ കൺമണി പോലെ കാത്തു പരിപാലിക്കുന്നുണ്ട്. നമുക്കത് തിരിച്ചറിയാൻ സാധിക്കാത്തത് നാം ആത്മീയമായി വളരാത്തത് കൊണ്ടാണ്. ആ വളർച്ചക്കുറവിനെ അംഗീകരിക്കുന്നതിന് പകരം മാലാഖമാരില്ലെന്ന് പറയും. മണ്ടന്മാരല്ലേ നമ്മൾ? അതാണ് ഈശോ ഭോഷന്മാരെന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ടാണ്. പഴയ നിയമത്തിൽ ഓരോ ദേശത്തിനും ഓരോ കാവൽ മാലാഖ ഉണ്ടായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നമുക്കത് വായിക്കാൻ പറ്റും, 10-ാം അധ്യായം 13-ാം വാക്യത്തിൽ. അതവിടെ നിൽക്കട്ടെ. പുതിയ നിയമത്തിൽ ഈശോ പറയുന്നത് ഓരോ വ്യക്തിക്കും കാവൽ മാലാഖയുണ്ടെന്നാണ്. ഈശോ പഠിപ്പിക്കുന്നു, ഈ ചെറിയവരിൽ ഒരുവനെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. കാരണം അവൻ്റെ കാവൽ മാലാഖമാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ്റെ കാവൽ മാലാഖമാർ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുഖം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ, നീ എത്ര ചെറിയവനായി കരുതപ്പെട്ടാലും സമൂഹത്തിൽ നിൻ്റെ കാവൽ മാലാഖമാർ എത്ര ധനികനും എത്ര അറിവുള്ളവനുമെന്ന് എന്നും കരുതുന്നവൻ്റെ കാവൽ മാലാഖമാരെ പോലെ തന്നെ സ്വർഗത്തിൽ പിതാവിൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതിലും വലിയ സമത്വത്തിൻ്റെ സന്ദേശം എന്താണുള്ളത് എന്ന് പറഞ്ഞാൽ, ഈ ചെറിയവരിലൊരുവനെ, എണ്ണത്തിലും വണ്ണത്തിലും കുറവായിരിക്കുന്നവനെ തൊട്ട് കഴിഞ്ഞാൽ പണി കിട്ടും. കാരണം നിങ്ങൾ ചെറിയവനെന്ന് കരുതുന്നവൻ സ്വർഗത്തിലെ പിതാവിന് പ്രിയങ്കരനാണ്. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, നടപടി പുസ്തകത്തിലെ വായന എത്രയോ ഹൃദ്യമാണ്. ഹെറോദേസ് അഗ്രിപ്പയാണ് വില്ലൻ. ഹെറോദേസ് അഗ്രിപ്പയ്ക്ക് എന്ത് ചെയ്യണം? ഹെറോദേസ് അഗ്രിപ്പയ്ക്ക് യഹൂദന്മാരെ സുഖിപ്പിക്കണം. അതിനെന്ത് ചെയ്തു? ക്രിസ്തു മതത്തിലേക്ക് കടന്നു വന്നവരെ മർദ്ദിക്കാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായിട്ട് ശിഷ്യപ്രമുഖനായ പത്രോസിനെ പിടിച്ച് ജയിലിലിട്ടു. ഓർക്കണേ, ആരെയാണ് സ്പർശിച്ചിരിക്കുന്നത്? അവരെ സംബന്ധിച്ച് ഒരു ചെറിയ മനുഷ്യൻ, ഈ ചെറിയവരിൽ ഒരുവനെ തൊട്ടുപോകരുത് എന്ന കർത്താവ് പറയുന്നത്. പക്ഷേ അത് ഈശോയുടെ ശിഷ്യപ്രമുഖനാണ്. അത് ആ പാവം രാജാവും മറന്നുപോയി. പരസ്യ വിചാരണ നടത്തപ്പെടാനുള്ള, അതായത് പത്രോസിനെ പരസ്യമായി വിചാരണ ചെയ്യാനുള്ള ദിവസത്തിൻ്റെ തലേന്ന് രാത്രി കർത്താവിൻ്റെ ദൂതൻ ആ കാരാഗൃഹത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അവിടെ പത്രോസ് 2 പടയാളികളുടെ നടുവിൽ ചെങ്ങലയിൽ കിടക്കുകയാണ്. എന്നിട്ടും പത്രോസ് രക്ഷപ്പെടുമോ എന്ന് പേടിച്ചിട്ട് വേറെ കാവൽക്കാരെ നിർത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുന്ന അതേ വേളയിൽ അവിടെ പ്രകാശം പരന്നു. കാവൽ മാലാഖമാർ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശമുണ്ടാകും. കാവൽ മാലാഖമാർ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അന്ധകാരം മാറി പ്രകാശമുണ്ടാകും. അവിടെ പ്രകാശമാനമായ സ്ഥലം പ്രകാശമാനമായി. ദേവദൂതൻ ചെന്ന് പത്രോസിനെ തട്ടി വിളിച്ചിട്ട്, മോനെ എഴുന്നേൽക്ക. ജീവിതത്തിലെ നിരാശ മൂലം നിങ്ങൾ തകർന്നു കിടക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് മാലാഖമാരിൽ വിശ്വാസമുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അയച്ചിരിക്കുന്ന നിങ്ങളുടെ കാവൽ ദൂതൻ നിങ്ങളെ തട്ടി വിളിച്ച് എന്ത് ചെയ്യണമെന്ന് പറയും. നിങ്ങൾക്ക് ജാഗ്രത നൽകും. പത്രോസ് എഴുന്നേറ്റിപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വിലങ്ങ് ദൂരെ പോയി, ചങ്ങല പൊട്ടിപ്പോയി. കാവൽ മാലാഖ കടന്നു വരുമ്പോൾ, കർത്താവിൻ്റെ ദൂതൻ കടന്നു വരുമ്പോൾ ചങ്ങലകൾ പൊട്ടിപ്പോകുന്ന, ബന്ധനമഴിയുന്ന അനുഭവം നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. സംശയമൊന്നും വേണ്ട. അത് കഴിഞ്ഞ് ഈ മാലാഖ, ദൈവത്തിൻ്റെ ദൂതൻ പത്രോസിനോട് പറയുകയാണ്, നീ നിൻ്റെ അരമുറുക്കുക, പാദരക്ഷകൾ ധരിക്കുക, മേലങ്കി അണിഞ്ഞ് എന്നെ പിന്തുടരുക.
കർത്താവിൻ്റെ ദൂതൻ വരുമ്പോൾ പ്രകാശമുണ്ടാകും, കർത്താവിൻ്റെ ദൂതൻ വരുമ്പോൾ അന്ധകാരമകലും, കർത്താവിൻ്റെ ദൂതൻ വരുമ്പോൾ നിൻ്റെ ചങ്ങലകൾ പൊട്ടിപ്പോകുന്ന, ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകും. കർത്താവിൻ്റെ ദൂതൻ നിനക്ക് ജാഗ്രത നൽകും. കർത്താവിൻ്റെ ദൂതൻ നീ എന്തു ചെയ്യണമെന്ന് പറയും. എന്നെ അനുഗമിക്കുക എന്നാണ് പറഞ്ഞത്. കർത്താവിൻ്റെ ദൂതൻ പറയുന്നത് പോലെ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി, അങ്ങ് അനുഗമിച്ച് വെച്ചാൽ മതി, ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തരാം. ഇതിലും വലിയ സ്നേഹത്തിൻ്റെ അനുഭവം, ഇതിലും വലിയ കാവൽ നിൽക്കുന്ന സ്നേഹത്തിൻ്റെ അനുഭവം മറ്റെന്താണുള്ളത്? വെറുതെയാണോ വിശുദ്ധ ജോൺ വിയാനി പറഞ്ഞത് കാവൽ മാലാഖമാരുടെ അത്ര വിശ്വസ്തരായ വേറെ ഏത് സുഹൃത്തുക്കളാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കുള്ളത്? ജോൺ വിയാനി പറയുകയാണ്, അവരെപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്, ഏത് സമയത്തും നിങ്ങളുടെ കൂടെയുണ്ട്, എവിടെയും നിങ്ങളുടെ കൂടെയുണ്ട്. ഇതുപോലെ ഒരു സുഹൃത്തുക്കളെ നിങ്ങൾക്ക് വേറെ കിട്ടില്ല. കാവൽ മാലാഖമാരെ മുറുകെ പിടിച്ചുകൊള്ളൂ. ഒന്ന് രണ്ട് ചെറിയ സൂത്രങ്ങൾ പറയാം. നിങ്ങൾ ആത്മീയ സൂത്രങ്ങളല്ലേ, നിങ്ങൾക്ക് അനുഷ്ഠിക്കാമെങ്കിൽ നല്ല കാര്യം. ഏറ്റവും അധികം നമ്മൾ അവഗണിക്കുന്നവരാണ് കാവൽ മാലാഖമാർ. ദേ ആർ ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ്. പകരം ഇന്നു മുതൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാവൽ മാലാഖമാർക്ക് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കി, ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു നോക്കി. ഇടയ്ക്കിടെ അവരെ നന്ദിയോടെ ഓർത്തു നോക്കി. വിവാഹം, മാമോദിസ, ഇതുപോലെയുള്ള ചടങ്ങുകളില്ലേ, ആത്മീയവും അല്ലാത്തതുമായ ആഘോഷങ്ങൾ, അപ്പോൾ അവരെ നന്ദിയോടെ ഒന്ന് ഓർത്ത് നോക്കി. അവരെ യാത്രാവേളകളിൽ അവരെ മാധ്യസ്ഥം തേടി നോക്കിയേ. വ്യത്യാസം നിങ്ങളറിയും, സംശയം വേണ്ട, വ്യത്യാസം നിങ്ങളറിയും. ഒരു സൂത്രം കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നിങ്ങളോട് മറ്റുള്ളവർക്ക് ശത്രുക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നോ, നിങ്ങളുടെ ശത്രുക്കളെ, നിങ്ങളെ ശത്രുക്കളായി കരുതുന്നവരെ ശത്രുക്കളെ, നിങ്ങൾക്ക് ശത്രുക്കളുണ്ടാകരുത്, നിങ്ങളെ ശത്രുക്കളായി കരുതുന്നവരുടെ കാവൽ മാലാഖയുമായിട്ട് നിങ്ങൾ ചെങ്ങാട്ടം പിടിക്കുക, സൗഹൃദം പിടിക്കുക. ആ ശത്രുക്കൾ മിത്രങ്ങളായി മാറുന്ന അനുഭവം ഉണ്ടാകും. കാവൽ മാലാഖമാർ കൺമണി പോലെ എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തരെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കാവൽ മാലാഖമാരെ കണ്ണടയ്ക്കരുതേ.